അമ്മേ ഉള്ളി ഉപ്പേരിയില്ലേ, ഉള്ളി ഉപ്പേരി നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമാണല്ലോ. ആക്ച്വലി എനിക്ക് തോന്നുന്നു കുറേ ആൾക്കാർ ഉണ്ടാക്കുന്നുണ്ടാവില്ലേക്കും. കാരണം ഉള്ളി ഉപ്പേരി മാത്രം കൂട്ടിയിട്ട് എന്ന് വെച്ചാൽ ചോറിന് വേറെ കറി ഇല്ലാണ്ട്, ഒഴിച്ചുകൂട്ടൻ കറി ഇല്ലാണ്ട് ഉള്ളി ഉപ്പേരി കൊണ്ട് മാത്രം എങ്ങനെ ഉപ്പേരി ഉണ്ടാക്കുന്ന സിമ്പിളായിട്ടുള്ള നമ്മളെ റെസിപ്പി ഒന്ന് എനിക്ക് തോന്നുന്നു ഇന്ന് നമ്മൾ ഇടുന്നത് നല്ലതായിരിക്കും. ചിലപ്പോൾ ആർക്കെങ്കിലും വേറെ ബാച്ചിലേഴ്സിനോ വേറെ ആർക്കെങ്കിലും അത് യൂസ്ഫുൾ ആവുമെന്ന് വെച്ചോ. അപ്പോൾ നല്ല കാര്യമല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യാൻ നീ ഒന്ന് ഹെൽപ്പ് ചെയ്യോ? അത് ശരിയാണ്. ഞാൻ വിചാരിച്ചു ഉള്ളി ഇതാ ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഉള്ളി പേര് ഉണ്ടാക്കാൻ വേണ്ടി ഉള്ളി മാത്രം, വലിയ ഉള്ളി ഉണ്ടെങ്കിൽ 3-4 ഉള്ളി മാത്രം, വലിയ വലിയ കഷ്ണമായിട്ടല്ലേ, കുറച്ച് വലുതായിട്ടില്ല, കുറച്ച് വലുതായിട്ട് മുറിച്ച് വെക്കുക. പിന്നെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ സാധാരണ ഉള്ളിപ്പേരിയും ചോറും പപ്പടവും അച്ചാറും മാത്രമായിട്ടാണ് ഉള്ളിപ്പേരി ഉണ്ടാക്കുന്നത്. അടിപൊളി ടേസ്റ്റുള്ള അതിൻ്റെ കൂടെ സാമ്പാറോ മോരുകറി അങ്ങനത്തെ ഒരു കറികളും ഉണ്ടാക്കില്ല ആ ദിവസം. എന്നുവെച്ചാൽ അത് മാത്രം, ആ ഉള്ളിപ്പേരി മാത്രം കൂട്ടി ചോറിനുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ചൂടോടെ. അപ്പോൾ ഇന്ന് അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പറയാം, അതിന് കാരണം വെച്ചാൽ ഒന്നാമത് വെജിറ്റബിൾസ് എല്ലാം തീർന്നിരിക്കുകയാണ്, ഫ്രിഡ്ജ് കാലിയാണ്. അപ്പോൾ പിന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താണ് ഉള്ളിയും കൊണ്ട് ഉപ്പേരിയാക്കിയിട്ട് ചെയ്യാമെന്ന് വെച്ചിട്ട്. അപ്പോൾ അതാ ഉള്ളിപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ ചീനിച്ചട്ടി കണ്ടിട്ട് ആരോ ഇന്നാൾ കമൻറ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു, മാറ്റേണ്ട സമയമായിട്ടുണ്ടെന്ന് ആരോ കമൻറ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. ശരി തന്നെയാണ്, മാറ്റേണ്ട സമയമുണ്ട്. പക്ഷേ നമുക്ക് ഇതിനോടൊക്കെ ചില സ്നേഹമാണ്, അപ്പോൾ അത് മാറ്റാൻ ഒരു പ്രയാസമാണ്. കണ്ടാൽ തന്നെ അറിയാം മാറ്റേണ്ട സമയമായി എന്നുള്ളത്. വേറെ ചീനിച്ചട്ടി ഇല്ലായിട്ടല്ല, വേറെ ചീനിച്ചട്ടി ഉണ്ട്, ഇഷ്ടംപോലെ ചീനിച്ചട്ടികളുണ്ട്, ഒന്നും മാത്രമല്ല കുറേ ഉണ്ട്. ചീനിച്ചട്ടി ഇതേപോലെ തന്നെ 2-3 ചീനിച്ചട്ടികൾ വേറെ ഉണ്ട്, കുറച്ചുകൂടെ വലിപ്പമുള്ള, അതിലും വലിപ്പമുള്ളത്. പക്ഷെ നമ്മൾ അതൊക്കെ ഉണ്ടെങ്കിലും ഈ ചീനിച്ചട്ടിനോടാണ് നമുക്ക് സ്നേഹം. അപ്പോൾ ഇതാ ഉണ്ടാക്കാൻ പോവുകയാണ്, നോക്കിക്കോളൂ. കടു ഇങ്ങനെ നമ്മൾ ഇപ്പോഴും കൈ കൊണ്ടാണ് ഇടുക. കടുവിന് ഇങ്ങനെ സ്പൂണൊക്കെ അതിനകത്ത് വെക്കും സ്റ്റൈലിന്, പക്ഷേ ഒരിക്കലും കടുവിന് ഞാൻ കൈ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. കടു പൊട്ടിക്കഴിയുമ്പോൾ പപ്പടം ഓൾറെഡി ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ സ്ഥിരം പപ്പടം ഇങ്ങനത്തെ കുഞ്ഞി പപ്പടമാണ്. വലിയ പപ്പടം നമ്മൾ ഇപ്പം അങ്ങനെ കഴിക്കുന്നില്ല അധികം, എല്ലാവർക്കും ഈ പപ്പടത്തോടാണ് ഇഷ്ടം. അപ്പം ഇത് റാഗി പപ്പടം, കുറച്ചൊരു കളർ വ്യത്യാസം കണ്ടോ. ഇത് വെള്ള അരിൻ്റെ പപ്പടം. കടു പൊട്ടിക്കഴിഞ്ഞു. ഇത് കരിവേപ്പില, കുഞ്ഞ് കരിവേപ്പില നമ്മുടെ ടെറസിൻ്റെ മേലെ സ്വന്തം ഉണ്ടായതാണ്, നമ്മളുടെ സ്വന്തം കരിവേപ്പിലയാണ്. അതിനുശേഷം നമ്മുടെ ഈ ഉള്ളി ഇതിൽ നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കും. നമ്മൾ കുക്കറി ഷോ ഒക്കെ കാണിക്കുമ്പോഴേ അവരിങ്ങനെ ഒരിക്കലും കൈ കൊണ്ട് തുറച്ച് ഒന്നും കാണിക്കില്ല, ഇങ്ങനെ അതിലേക്ക് അങ്ങ് ഇട്ടു. പിന്നെ അതിൽ കുറച്ച് പാത്രങ്ങൾ യൂസ് ചെയ്യില്ല ഒരിക്കലും, പാത്രം യൂസ് ചെയ്യില്ല. ഇതൊന്ന് താഴെ വീഴുന്നുണ്ട്, നമ്മളാകുമ്പോൾ ഇതെടുത്ത് അതിലേക്ക് ഇടും. അപ്പം അവരാകുമ്പം അത് ഇട്ട് കഴിഞ്ഞ ശേഷം പാത്രത്തിൽ കുറേ പറ്റിപ്പിടിച്ച് നിൽക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ മിക്സിയൊക്കെ കഴുകി ഒഴിക്കുമ്പില്ല, കഴുകി ഒഴിക്കുന്നതും കാണിക്കില്ല ഒരിക്കലും. പക്ഷേ അതിന് ശേഷം അവർ ഒഴിക്കുന്നുണ്ടാവുമായിരിക്കും ചിലപ്പോൾ നമ്മളെ കാണിക്കാണ്ട്. നമുക്ക് കുക്കറി ഷോ നല്ലതുകൊണ്ട് നമ്മളിതൊക്കെ ഇങ്ങനെ ചെയ്യും. ഇങ്ങനെ ഇളക്കുക. വെളിച്ചെണ്ണ ആദ്യം ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, കറിവേപ്പില ഇട്ടു, ഉള്ളി ഇട്ടു. ഇനി അതിന് ശേഷം കുറച്ച് മുളക് പൊടി, ഒരുപാട് വേണ്ട, കുറച്ച് മല്ലിപ്പൊടി. ചില ആൾക്കാർക്ക് മഞ്ഞൾപ്പൊടി. നമ്മൾ ചില കാര്യങ്ങളൊക്കെ അല്ലേ പറയുമ്പോൾ അളവ് പറയാൻ നമുക്കറിയില്ല. ചിലർ കൃത്യമായിട്ട് പറയും 1/2 സ്പൂൺ 1/4 സ്പൂൺ എന്നൊക്കെ. ഉപ്പിനൊന്നും അളവേ ഇല്ല, ഇതൊക്കെ നമ്മളെ ഇഷ്ടമനുസരിച്ചാണ് നമ്മൾ ഈ ഇടുന്നത്. അപ്പോൾ നമ്മളിത് കറക്റ്റായിരിക്കും ഇട്ട് കഴിഞ്ഞാൽ. നമ്മൾ എത്രയോ കാലം വെച്ച് നമുക്ക് അറിയാം. ആദ്യമൊക്കെ കുട്ടികൾ ചോദിക്കായിരുന്നു എങ്ങനെ നമുക്ക് കൃത്യമായിട്ട് അറിയാം ഇത്ര ഉപ്പുണ്ടെന്ന്, അല്ലെങ്കിൽ 1/2 മനസ്സിലായി അങ്ങനെ ഒരു ഇല്ല സംഭവം. 1/4 സ്പൂൺ എന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല അത് അരയാണോ കാലാണോ, പിന്നെ 1 സ്പൂൺ നിറച്ച് വിടണമെന്നൊന്നും എനിക്കും അറിയില്ല. അപ്പോൾ നമ്മളങ്ങനെ ഇട്ടിട്ട് ശീലമായി. അത് തന്നെ ഇത് വെള്ളമാക്കുന്നില്ല. ഇത് സിമ്മാക്കി വെച്ചിട്ട്, അടുപ്പ് സിമ്മാക്കി വെച്ചിട്ട് നമ്മളൊരു പാത്രം കൊണ്ട് അടച്ചു വെക്കും. ഇത് കഴിഞ്ഞാൽ തേങ്ങ ചിരകിയിട്ട്, അത് നമ്മൾ പിന്നീട് കാണിക്കാം കേട്ടോ. തേങ്ങ ചിരകിയിട്ട് അതിനകത്ത് ഇടും. ഇപ്പോൾ അത് വേവാനുള്ള ഒരു ഗ്യാപ്പ് കൊടുത്തിട്ട് നമുക്ക് വേറെ പപ്പടത്തിന് ടിന്ന് കാരി എടുക്കുന്നത്. ഈ പപ്പട ടിന്നിലേക്ക് പപ്പടങ്ങളെ ഇടാം. അങ്ങനെ പപ്പടം ഉണ്ടാക്കിയിട്ട് ഈ ടിന്നിട്ടൊക്കെ ചെയ്യാം. അപ്പം നമുക്ക് തണുത്ത് പോകാതെ പപ്പടം കിട്ടും. അപ്പോൾ ഒരു ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തോളൂ, നമുക്ക് വീണ്ടും തിരിച്ചു വരാം. അങ്ങനെ നമ്മുടെ ഉള്ളിപ്പേരി അടുപ്പത്തുണ്ട്. അപ്പോൾ ഒരാളെ തേങ്ങ ചിരകാൻ വേണ്ടി ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. കുട്ടികളൊക്കെ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണ്ടല്ലേ. പണ്ടൊന്നും ഇവർക്ക് തേങ്ങ ചിരകാൻ അറിയില്ലായിരുന്നു, കുട്ടികളായ സമയത്തൊക്കെ അല്ലേ. അപ്പോൾ ഇങ്ങനെ തേങ്ങ നമ്മളിങ്ങനെ ചിരകുമ്പോൾ ഇങ്ങനെ കൈ ഇങ്ങനെ അതിൻ്റെ കൂടെ തന്നെ നീങ്ങി പോകുന്നതല്ല. അവർ ചിരകി അവിടെ ഒരു കുഴിയായി മാറും. എന്നല്ലാതെ അവർക്ക് തേങ്ങ ഇങ്ങനെ നമ്മളിങ്ങനെ കൈ മാറ്റി ഉരുണ്ടിട്ട് പോകുമല്ലോ. അതാ എന്തൊക്കെയോ പൊട്ടിപ്പൊളിഞ്ഞ് ചിരട്ടൊക്കെ ചായ കുടിച്ചുകൊണ്ടുള്ള തേങ്ങ ചിരകട്ടെ ഇവിടെ.
ചില സമയത്ത് ഇവർക്ക് ചായ വെക്കണമെന്ന് ആഗ്രഹം വന്നപ്പോൾ ചായ വെക്കലും കുടിയൊക്കെ ഉണ്ട്. അതിന് സമയവും കാലമൊന്നുമില്ല. തേങ്ങ ചിരകുന്നുണ്ട്. തേങ്ങ ചിരകിയതിന് ശേഷം നമ്മൾ ഇവിടെ പോയി ഉള്ളിപ്പേരി ഈ ഉള്ളിപ്പേരിയിലേക്ക് ഇടും. അപ്പോൾ അത് ഉള്ളിപ്പേരി അതുവരെ ഒന്ന് വെന്തോട്ടെ. അത് ഉള്ളിപ്പേരി വെന്തങ്ങോട്ട് നല്ലോണം വേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു ഹാഫ് വേവ് വേണ്ട ആവശ്യമുള്ളൂ. എങ്കിൽ മാത്രമേ ആ ഉള്ളിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പം തേങ്ങ ചിരകുന്നവരെ വീണ്ടും ഓക്കെ. തേങ്ങ ചിരകൽ കഴിഞ്ഞു. തേങ്ങ കൊണ്ട് വരുന്നുണ്ട്. ഇനി ഈ ഇതിലേക്ക് കേട്ടോ. അതിലിട്ടോ. എന്നിട്ട് ഈ ഇളക്കുന്നു. ഈ ഉള്ളിപ്പേരിക്ക് ഒരു പ്രത്യേക മണം ഉണ്ടാവും. നല്ല വെളിച്ചെണ്ണയിൽ ഉള്ളി വഴറ്റിയിട്ടുള്ള ഒരു മണമല്ലേ, അതൊരു നല്ല മണമാണ്. ഇത്ര വേവേണ്ട ആവശ്യമുള്ളൂ. ഒരു ഹാഫ് വേവ് ഇത്ര വെന്താൽ മതി. എന്നിട്ടത് നല്ലോണം ഇളക്കിയിട്ട് തീ ഓഫാക്കിയിട്ട് അടച്ചു വെച്ചേക്കും. എന്നിട്ട് ബാക്കിയുള്ളത് അങ്ങനെ വന്നാൽ മതി. മതി. ഇനി വേവേണ്ട ആവശ്യമില്ല. ഇനി ചോറ്, നല്ല ചൂടുള്ള ചോറെടുക്കുക. ഈ ചൂടുള്ള ഇതിനകത്ത് സൈഡിൽ വിളമ്പുക. ഒരു കുറച്ച് പപ്പടവും അച്ചാറും. നമ്മളെ പ്രവീൺ അച്ചാർ കേട്ടോ. പ്രവീൺ അച്ചാർ എന്ന അച്ചാറാണ് ഞങ്ങൾ സ്ഥിരമായിട്ട് മതി. ഇനി എടുക്കേണ്ട മതി. അടച്ചു വെച്ചോളൂ. തീ ഓഫാക്കിയിട്ട്. പ്രവീൺ അച്ചാർ എന്ന അച്ചാറുണ്ട് ഇവിടെ. ഇതാണ് ഞങ്ങളുടെ സ്ഥിരം വാങ്ങുന്ന അച്ചാറാണ് പ്രവീൺ. അതെ, ഇത് ഇതില്ലാണ്ട് പറ്റില്ല. ഈ വീട്ടിൽ എത്രയോ കാലങ്ങളായിട്ട് വാങ്ങുന്നതാണ് പ്രവീൺ. ഇത് മാങ്ങ അച്ചാറാണ്. അതല്ലാണ്ട് മിക്സ് ആയിട്ടുള്ളതുണ്ട്. നാരങ്ങയും മാങ്ങയും കൂടി ഉള്ളുണ്ട്. പിന്നെ നാരങ്ങ മാത്രമുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് പ്രവീൺ ഈ മാംഗോ അച്ചാറാണ് ഇഷ്ടം. പിന്നെ ഇതിൻ്റെ വലിയ ബോട്ടിലുണ്ട്. ഇതിൻ്റെ തന്നെ എത്ര വാങ്ങിയാലും ഇവിടെ എല്ലാവർക്കും ഈ അച്ചാർ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഇത് കഴിഞ്ഞാൽ അതിനെ സംരക്ഷിച്ച് കെട്ടിപ്പൊതിഞ്ഞൊക്കെ വെക്കും. കാരണം നമ്മൾ അതിൽ കൂടി ഇങ്ങനെ പോകുമ്പോൾ നമ്മളെ കൈ അതിന് മേലൊക്കെ വരഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ പാത്രം കഴുകുന്ന സ്ഥലമായതുകൊണ്ട് പാത്രം കഴുകുമ്പോൾ നമ്മളെ കൈയൊക്കെ തട്ടിപ്പോകുന്നുണ്ട്. അതിനൊരു ക്യാപ്പുണ്ട് സാധാരണ അങ്ങനെ കിട്ടുന്നത്. നമുക്ക് ആദ്യം ആ ക്യാപ്പ് ഉണ്ടായിരുന്നു. പിന്നെ അത് ഇങ്ങനെ പൊട്ടിപ്പോയതിന് ശേഷം നമ്മൾ ഇതിനങ്ങനെ കെട്ടി പൊതിഞ്ഞ് സംരക്ഷിക്കും. അപ്പോൾ എന്തൊക്കെ പറയാനുണ്ട്? ഇത് ഫിറ്റ് ചെയ്തോ. ഞാൻ കണ്ടിട്ടുള്ളത് ചില സീരിയലുകളിൽ, ഇവൻ നാട്ടിൽ നമ്മൾ കാണുന്ന സീരിയലുകളിൽ, നാട്ടിൽ മീൻസ് നാട്ടിൽ കാണിക്കുന്ന സീരിയലിൽ, മലയാള സീരിയലുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ അവരിങ്ങനെ ചിരവേൻ ഇങ്ങനെ കുത്തിപ്പിടിച്ചിട്ട് ഇങ്ങനെ അതിന്റെ മുകളിൽ ഇരുന്നിട്ട് മീൻ അതൊരു ട്രാക്ടർ പോയ സൗണ്ടാണ് കേട്ടോ. ഒരു ഭയങ്കരമായിട്ടൊരു ട്രാക്ടറിൽ പോയി. അപ്പോൾ അങ്ങനെ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് എത്ര ഡിഫിക്കൽട്ടാണ്. എല്ലാ ടൈമും അതിനെടുത്ത് മാറ്റുക, വെക്കുക. മാത്രമല്ല നമ്മളെ ഫുൾ ബലം നമ്മൾ ഇങ്ങനെ കൊടുക്കണം. പിന്നെ ഇത് ചിരവം ചെയ്യുമ്പോൾ ആ മോഷൻ്റെ അമ്മമാരൊക്കെ എത്ര ടയർഡായിരിക്കും. വേറെ ആൾ ഇപ്പോൾ അച്ഛൻ ചിരവി കൊടുക്കില്ല, ബ്രദേഴ്സ് ചെയ്യാൻ കുഴപ്പമില്ല. പക്ഷെ അത് എനിക്ക് തോന്നുന്നത് ഇത് നമ്മളെ വീട്ടിൽ അച്ഛൻ ചെയ്ത് ഭയങ്കര ഒരു അടിപൊളി സെറ്റപ്പാണ്. ഇതിന്റെ അടിയിൽ ഈ തുണി കെട്ടി വെച്ചിട്ടുള്ളത് ഫ്രാക്ചർ ആയതല്ല കേട്ടോ. എന്റെ കാല് ഇതിന് ഇവിടെ മുറിക്കുമ്പോൾ ബബിള് മൂർച്ച, അതിന് താഴ്ഭാഗം മൂർച്ചയുണ്ട്. ഇപ്പോൾ ബബിളിന് തല ഇവിടെ മുട്ടുന്നുണ്ട്. അവിടെ നമ്മൾ പാക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ ഇത് തന്നെയാണ് നാട്ടിലൊക്കെ എല്ലാവരും ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് യൂസ് ചെയ്യുന്നത്. പണ്ട് ചിരവ ഞാൻ ഇപ്പോൾ കണ്ടതുള്ള ഒരു സീരിയലിൽ ഇതുണ്ടോ, ഇതിങ്ങനെ സ്ക്രൂ ഫിക്സ് ചെയ്തിട്ട് ഇവിടെ ഒരു ചെറിയ സാധനം കണ്ടോ. ഈ സാധനം ഇതിൻ്റെ ഇടയ്ക്ക് കൂടി കത്തി ഇങ്ങനെ ഫിറ്റ് ചെയ്തിട്ടില്ലേ. ഈ സ്ക്രൂ ഇങ്ങനെ മുറുക്കിയിട്ട് നമുക്ക് മീൻ മുറിക്കാനുള്ളതൊക്കെ അവരാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷേ അങ്ങനെ എനിക്ക് തോന്നുന്നില്ല ആരും ഇത്രയും ഗ്യാപ്പില്ല. ഇതും നമ്മളെ ഗ്യാപ്പ് എത്ര, അപ്പോൾ അവിടെ മീൻ മുറിക്കാനും പറ്റില്ല. പിന്നെ ഇപ്പം ഈ പറഞ്ഞ പോലെ ഉള്ള ചിരവില്ലേ, ഒരു പലക പോലെയാണ് ചിരവ, അതിനറ്റത്ത് ചിരവ. എന്നിട്ട് അതിങ്ങനെ ഈ തിണ്ണ പോലെ സ്ഥലത്ത് ഇങ്ങനെ താഴോട്ടും ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും പലക. എന്നിട്ട് നമ്മളതിങ്ങനെ ഇറുക്കി പിടിച്ചിട്ട് ഈ പറഞ്ഞ പോലെ ചിരകുന്നത് കണ്ടിട്ടുണ്ട് സീരിയലുകളിലും മറ്റൊക്കെ. ഇതാണ് ഏറ്റവും സൗകര്യമായിട്ടുള്ള, ശരിക്കും പറഞ്ഞാൽ നമുക്ക് നിന്നിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ചിരവ എന്ന് പറഞ്ഞാൽ നിലത്ത് ഇരുന്നിട്ട് ചിരകുന്നൊരു സാധനമാണ്. ചിരവ എല്ലാവർക്കും അറിയാലോ. ചിരവ ഇങ്ങനെ ആ ചിരവിൻ്റെ ഷേപ്പും ഒക്കെ. അപ്പോൾ നമ്മൾ നിലത്ത് ഇരുന്ന് തേങ്ങ ചിരവലാണ്. പിന്നെ ആർക്കും ഇരിക്കാൻ പറ്റാണ്ടായി, എല്ലാവർക്കും നിന്നിട്ടാണ് എല്ലാവരും കാര്യങ്ങൾ എന്നിട്ട് നമ്മൾ അതെ. അപ്പോൾ നമ്മൾ നിലത്ത് ഭക്ഷണം കഴിക്കാൻ, നിലത്ത് പടിഞ്ഞിരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്, പ്രാർത്ഥിക്കാനിരിക്കും, തുണി കഴുകുന്നതും പിന്നെ എല്ലാ കാര്യങ്ങളും ഇരുന്നിട്ട്, പിന്നെ കക്കൂസ് പൊന്ത് പോലും അങ്ങനെ ഇരുന്നിട്ടായിരുന്നു. ഇപ്പം നമ്മൾ ആരും ഇരിക്കാറില്ലല്ലോ, എല്ലാം കസേരമേൽ ഇരിക്കുന്ന പോലെയാണല്ലോ പരിപാടികളൊക്കെ. അതുകൊണ്ട് ഈ ചിരവയും ഇപ്പം നമുക്ക് ഇങ്ങനത്തെ ചിരവയാണ് കംഫർട്ടബിൾ. പക്ഷേ ഇതൊക്കെ ഇളകി പോവോ അല്ലെങ്കിൽ പൊട്ടിപ്പോവോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ പ്രയാസമായിരിക്കും. പിന്നെ കൈ കൊണ്ട് ചേർക്കുന്ന ഒരു ചെറിയ അങ്ങനെ ഒരു മാന്തുന്ന ഒരു ചെറിയൊരു ഇങ്ങനെയുള്ള സാധനം മാന്തുന്ന പോലത്തെ, അതിന് മാന്തി എന്നൊക്കെയാണ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ സാധനം കൊണ്ട് നമുക്ക് നിന്നെടുത്ത് കൈ കൊണ്ട് അങ്ങനെ ചിരകിയെടുക്കാം. അത്യാവശ്യത്തിന് കുറച്ച് മാത്രം കേട്ടോ, കുറേയൊന്നും ചിരകാൻ പറ്റില്ല. അങ്ങനെയാണ് അതിൻ്റെ കഥ. അങ്ങനെ ഉള്ളിപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉള്ളിപ്പേരിന് വീണ്ടും പൊന്തിച്ച് നോക്കിയപ്പോൾ പാവം അതവിടെ ഉണ്ട്, റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ചോറുണ്ണേ വേണ്ടു. കുറച്ച് നേരം നമുക്ക് പോയി ടി വി ഒക്കെ കണ്ടിട്ട് വരാം ഞങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഭയങ്കരമായ ചൂടാണ്. എല്ലാ സ്ഥലത്തും ചൂടാന്ന് തോന്നുന്നു. മഹാരാഷ്ട്രയിലൊക്കെ ഭയങ്കര ചൂടാണ്.
അപ്പോൾ ഞങ്ങൾ ബബ്ലു ഇവിടെ ഉഷ്ണം കൊണ്ട് ചൂട് കൊണ്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഫാനൊക്കെ ഫുൾ ഇത് കറങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. രാവിലെയും വൈകുന്നേരം ഒന്നും ഇല്ലാതെ 24 മണിക്കൂറും ഫാൻ കറങ്ങിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫാൻ ലൈറ്റൊക്കെ ഓഫാക്കി വെക്കും, ചൂടാവണ്ടെന്ന് വെച്ചിട്ടില്ലേ. അപ്പോൾ ടി വി വെച്ച് കുറച്ച് സമയം ടി വി കാണാനുള്ള ഇതിലാണ്. ഞങ്ങൾ എന്തെങ്കിലും സീരിയലുകൾ ആയിട്ട് കാണാറില്ല. ചില സിറ്റ്കോംസ് അല്ലെങ്കിൽ യൂട്യൂബിൽ വരുന്ന ചില ആൾക്കാരുടെ വീഡിയോസൊക്കെ കാണാൻ നമുക്ക് നല്ല ഇഷ്ടമാണ്. രസകരമായ കോമഡിയൊക്കെ ആയിട്ടുള്ളത് അതൊക്കെ കാണും. അപ്പം മോളിപ്പോൾ ടി വി ഓൺ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഇനി ടി വി കാണാം. ഓക്കെ.